ഹായ് ഗായ്സ്, ഗിൽബ്രോ എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഇന്നലെ രാത്രിയോടെ ഹോട്ട്സ്റ്റാറിൽ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാവിലെ 8 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 9 മത്സരാർത്ഥികളാണ് ഇത്തവണ നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. നേരത്തെ 10 പേരുണ്ടായിരുന്നു, എന്നാൽ അതിൽ നിന്ന് സിജോയെ, നന്ദനയും ചായയും സേവ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ 9 മത്സരാർത്ഥികളാണ് ഉള്ളത്. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും നിങ്ങൾ ഇന്ന് ആർക്കാണ് വോട്ട് ചെയ്തതെന്നും കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം വരും മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായ ന്യൂസും അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് കാണുക. രാവിലെ 8 മണിവരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസിൽ 1-ാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്നും ബഹുദൂരം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജിൻഡോ. വോട്ടിംഗിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ കൂറ്റൻ വോട്ടാണ് നേടിയിരിക്കുന്നത്. 72,133 എന്ന നല്ലൊരു വോട്ട് നേടിയാണ് തന്റെ 1-ാം പൊസിഷൻ സുരക്ഷിതമായി ജിൻഡോ നിലനിർത്തിയിരിക്കുന്നത്. 2-ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റവുമായിട്ട് ജാസ്മിനാണ് തുടരുന്നത്. എല്ലാവരെയും അമ്പരിപ്പിക്കുന്ന ഒരു പ്രകടനമാണ് ജാസ്മിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കണ്ടുവരുന്നത്. വോട്ടിംഗിന്റെ തുടക്കത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്താൻ ജാസ്മിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 45,309 എന്ന വോട്ട് നേടി തന്നെ 2-ാം പൊസിഷൻ നിലനിർത്താൻ ജാസ്മിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 3-ാം പൊസിഷനിൽ അഭിഷേകാണ് തുടരുന്നത്. അഭിഷേകിന് വോട്ടിങ്ങിന്റെ തുടക്കത്തിൽ തന്നെ നല്ലൊരു വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. നല്ല പ്രേക്ഷക പ്രീതി നേടിയതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ജാസ്മിനുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി 3-ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 44,123 വോട്ട് നേടിയാണ് തന്റെ പൊസിഷൻ സുരക്ഷിതമായി നിലനിർത്തിയത്. 4-ാം പൊസിഷനിൽ ഇപ്പോൾ അർജുനാണുള്ളത്. അർജുനും നല്ലൊരു മുന്നേറ്റം നേടാൻ സാധിച്ചിട്ടുണ്ട്. അർജുൻ്റെ ഫാനിന്റെ വോട്ടാണ് ഇപ്പോൾ 4-ാം പൊസിഷനിൽ നിലനിർത്താൻ സാധിച്ചത്. 42,100 വോട്ട് നേടിയാണ് അർജുൻ 4-ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 5-ാം പൊസിഷനിൽ ശ്രീതുവാണുള്ളത്. ശ്രീതു വോട്ടിങ്ങിന്റെ തുടക്കത്തിൽ തന്നെ ഒരു പിന്നോക്കാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 38,989 വോട്ട് നേടിയാണ് തൻ്റെ 5-ാം പൊസിഷൻ നിലനിർത്തിയത്. 6-ാം പൊസിഷനിൽ ഇഞ്ചോടിഞ്ച് മത്സരമായിട്ട് അൻസിബയാണ് തുടരുന്നത്. ശരിക്കും പറഞ്ഞാൽ വോട്ടിങ്ങിന്റെ തുടക്കത്തിൽ തന്നെ നല്ലൊരു മുന്നേറ്റം നടത്താൻ അൻസിബയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കുറേ ഫാൻസിന്റെ വോട്ടാക്കി മാറ്റാൻ അൻസിബയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 38,709 വോട്ട് നേടിയാണ് തൻ്റെ 6-ാം പൊസിഷൻ സുരക്ഷിതമായി നിലനിർത്തിയിരിക്കുന്നത്. 7-ാം പൊസിഷനിൽ ഇപ്പോൾ അപ്സരയാണുള്ളത്. അപ്സര ശരിക്കും പറഞ്ഞാൽ വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ വളരെയധികം വോട്ട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 36,501 വോട്ട് നേടിയാണ് തൻ്റെ 7-ാം പൊസിഷൻ നിലനിർത്തിയത്. 8-ാം പൊസിഷനിൽ ഋഷിയാണുള്ളത്. ഋഷി ശരിക്കും പറഞ്ഞാൽ അപ്സരയുമായിട്ട് ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുമണിക്കൂറുകൾ വോട്ടും വളരെ നിർണായകമാണ്. ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഋഷി 8-ാം പൊസിഷനിലേക്ക് പോയിരിക്കുന്നത്. 36,322 വോട്ട് നേടിയാണ് താൻ 8-ാം പൊസിഷനിലേക്ക് പോയത്. 9-ാം പൊസിഷനിൽ ഇപ്പോഴും റസ്മിൻ തന്നെയാണ് തുടരുന്നത്. വോട്ടിങ്ങിന് തുടക്കത്തിൽ വളരെയധികം വോട്ട് കുറഞ്ഞിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ശ്രീരേഖയെ പോലെയാണ് ഇപ്പോൾ റസ്മിന് 28,700 വോട്ട് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. ഈ ആഴ്ചയിൽ പുറത്തു പോകാൻ ഏറ്റവും ചാൻസ് കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് റസ്മിൻ. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് റസ്മിന് വളരെ നിർണായകമാണ്. അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.